നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകരയിലെ സമാധി വിവാദത്തിൽ ഗോപന് വേണ്ടി പുതിയ സമാധി മണ്ഡപം ഒരുങ്ങിയിരിക്കുകയാണ്. വീട്ടുവളപ്പിൽ കഴിഞ്ഞ ദിവസം പൊളിച്ചു നീക്കിയ സമാധി കല്ലറയുടെ അതേ സ്ഥലത്താണ് ഋഷിപീഠം എന്ന പേരുള്ള പുതിയ മണ്ഡപം. സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗോപന്റെ മൃതദേഹം ഘോഷയാത്രയെ ഇവിടെ കൊണ്ടുവന്ന് സമാധിയിലിരുത്തും. വിപുലമായ ചടങ്ങുകളാണ് കുടുംബം, ഹിന്ദു ഐക്യവേദി, VSDP ഉൾപ്പെടെയുള്ള സംഘടനകൾ ആലോചിക്കുന്നത്. ഇതിനിടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് തെറ്റായ മൊഴി നൽകിയിട്ടില്ലെന്ന് മകൻ സനന്ദൻ പ്രതികരിച്ചു. മൊഴികളിൽ വൈരുദ്ധ്യമില്ല. താൻ പറയുന്നത് പോലെയല്ല അനിയൻ പറയുക. അദ്ദേഹം പോറ്റിയാണ്. പൂജാകർമ്മങ്ങൾ ചേർത്തായിരിക്കും അനിയൻ പറഞ്ഞിട്ടുണ്ടാക്കുക. അല്ലാതെ തെറ്റായ മൊഴി നൽകിയിട്ടില്ലെന്നും സനന്ദൻ പറഞ്ഞു. ഞങ്ങൾ സത്യസന്ധരാണ്. 41 ദിവസത്തെ പൂജയോടുകൂടി ശിവലിംഗ പ്രതിഷ്ഠയോടെ അച്ഛനെ യോഗീശ്വരനാക്കിയെടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് എനിക്ക് ഒന്നും പറയാനില്ലെന്നായിരുന്നു സനന്ദൻ പറഞ്ഞത്. താൻ നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശത്തിലും സനന്ദൻ മാപ്പ് ചോദിച്ചു. പരാതിക്ക് പിന്നിൽ മുസ്ലിം തീവ്രവാദികളെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നുവെന്നും ഇപ്പോഴത്തെ ഒരു മനസ്ഥിതിയിൽ പറഞ്ഞതെന്നുമാണ് സനന്ദൻ വിശദീകരിച്ചത്. പരാതിയെ തുടർന്ന് പുറത്തെടുത്ത പോസ്റ്റ്മോർട്ടം നടത്തിയ ഗോപൻ സ്വാമിയുടെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് നടക്കും. മഹാസമാധിയായി വലിയ ചടങ്ങുകളോടെ സംസ്കരിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. വൈകിട്ട് 3-നും 4-നും ഇടയിലാണ് സംസ്കാരം. മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന നെയ്യാറ്റിൻകര ആശുപത്രിയിൽ നിന്നും നാമജപ ഘോഷയാത്രയായിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുവരിക. വീടിന് മുന്നിൽ പന്തൽ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. മോർച്ചറിയിൽ നിന്ന് 2 മണിയോടെ മൃതദേഹം പുറത്തെടുത്ത് നാമജപ ഘോഷയാത്രയോടെ 3-ന് വീട്ടിലെത്തിക്കുമെന്നാണ് VSDP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞത്. തുടർന്ന് സന്യാസിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങുകൾ 4 മണിക്ക് സമാപിക്കും. സമാധി വിഷയം വിവാദമായപ്പോൾ ഒരു വിഭാഗത്തിനെതിരെ നടത്തിയ പരാമർശത്തിൽ മാപ്പ് ചോദിക്കുന്നുവെന്നാണ് ഗോപന്റെ മകൻ സനന്ദൻ പറഞ്ഞത്. വൈകാരികമായി നടത്തിയ പ്രതികരണമാണത്. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും സനന്ദൻ പറഞ്ഞു. പിതാവിനെ മക്കൾ സമാധിയിരുത്തിയ സംഭവം വിവാദമായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. ആറാലമൂട് കാവുവിളാകം സിദ്ധൻ ഭവനിൽ ഗോപന്റെ മരണകാരണം വ്യക്തമല്ലെന്നാണ് പോലീസ് പറയുന്നത്. ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം ലഭിച്ചാലേ മരണകാരണം അറിയാൻ കഴിയൂവെന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ സംഘം പോലീസിനെ അറിയിച്ചു. മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്ന് പ്രാഥമിക നിഗമനം. ശരീരത്തിൽ ക്ഷതമോ മുറിവോ ഇല്ല. മരണം നടന്ന സമയത്തെക്കുറിച്ചും അവ്യക്തതയുണ്ട്. തലയിൽ കരുവാളിച്ച പാടുകളുണ്ട്. മരണകാരണം കണ്ടെത്താൻ 3 പരിശോധനാ ഫലങ്ങൾ പുറത്തുവരണം. ശ്വാസകോശത്തിൽ ഭസ്മം കലർന്നിട്ടുണ്ടെന്ന് സംശയമുണ്ട്. തലയിലെ കരുവാളിച്ച പാടുകൾ പരിക്കിന്റേതാണോ എന്ന് പരിശോധിക്കണം. വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം പുറത്തുവരണം. ഇതിന് ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് പോലീസ് വിലയിരുത്തൽ. RTO കൂടിയായ സബ് കളക്ടർ OV ആൽഫ്രഡിന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാവിലെ 6-ന് ഗോപന്റെ വസതിയിലെത്തിയ സംയുക്ത സംഘം 3 മണിക്കൂറിനുള്ളിൽ മൃതദേഹം പുറത്തെടുത്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു. കല്ലറയ്ക്കുള്ളിൽ ചമ്രം പടഞ്ഞിരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. കഴുത്തുഭാഗം വരെ പൂജാദ്രവ്യങ്ങളാൽ മൂടിയിരുന്നു. ശരീരമാസകലം ഭസ്മം പൂശി കർപ്പൂരം വിതറിയ നിലയിലായിരുന്നു. നടപടികളോട് ബന്ധുക്കൾ സഹകരിച്ചു. കഴിഞ്ഞ 10-ന് ഗോപൻ സമാധിയായെന്ന് മക്കൾ വീടിന് സമീപം പോസ്റ്ററുകൾ പതിച്ചതോടെയാണ് സംഭവം പുറംലോകം അറിഞ്ഞത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.